രാഷ്ട്രീയ കുറ്റവാളി എന്ന ആ പദത്തിൻ്റെ അർത്ഥം വെച്ച് കണക്കിലെടുത്താൽ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആയിരിക്കും. കാരണം നമ്മുടെ ഈ നാട്ടിൽ നിൽക്കുന്ന മുതലാളിത്ത വ്യവസ്ഥയെ തകർത്ത് തൊഴിലാളി വർഗത്തിന് ആധിപത്യമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആശയപരമായി ഞങ്ങളൊരു ധാരണ അതാണ്. അങ്ങനെ വരുമ്പോൾ ഈ വ്യവസ്ഥയിൽ പൊരുതുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും രാഷ്ട്രീയ കുറ്റവാളികളായിരിക്കും. ഏതർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വർത്തമാനത്തിൻ്റെ ഭാവം കേട്ടാൽ അല്ലെ ഭാവം കണ്ടാൽ തോന്നുന്ന ഒരു കാര്യം എന്തൊരു ക്രൈം ചെയ്തവരാണിവർ എന്ന് മട്ടിലാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. കോടതി വരുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്നെ പണ്ട് ഒരു ജഡ്ജിയെ പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ഓണാട്ടുകര ഭാഷയാണ് എന്നെല്ലാം വന്ന് പറയാൻ പറ്റുമായിരിക്കും. എന്തായാലും കോടതി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ച കാര്യം. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം അദ്ദേഹം കോടതി വന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്നാണ് വിചാരിക്കുന്നത്. മറ്റൊന്ന്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉന്നയിച്ച ചില കാര്യങ്ങളിൽ ഒരു കാര്യത്തെ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞു. 2021 ഞാൻ വിജയിച്ച തെരഞ്ഞെടുപ്പിൻ്റെ മുൻപായി ആ സമയത്ത് എൻ്റെ പേരിലും പാർട്ടിയുടെ പേരിലും അദ്ദേഹം പണം പിരിച്ചു എന്ന കാര്യം ഞാൻ പറഞ്ഞു. ആ പിരിച്ച പണത്തിൻ്റെ കണക്ക് വെളിപ്പെടുത്തണമെന്നും ഇലക്ഷൻ കമ്മിറ്റിക്കോ പാർട്ടിക്കോ തരാത്ത പണം തിരിച്ചവർക്ക് കൊടുക്കണമെന്നുമാണ് ഞാൻ ആവശ്യപ്പെട്ട കാര്യം. അതിലൊരു ഭാഗം അദ്ദേഹം കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. അദ്ദേഹം പണം പിരിച്ചു എന്ന കാര്യം ജി സുധാകരൻ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. പറഞ്ഞ കണക്കെല്ലാം വ്യത്യസ്തമാണ്. കൃത്യമായ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റിക്ക് നൽകിയ പണം 7.5 ലക്ഷം രൂപയാണ് ആകെ. അന്ന് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം പിരിക്കേണ്ട കാര്യമില്ല. കാര്യം സ്ഥാനാർത്ഥിയല്ല, ഇലക്ഷൻ സെക്രട്ടറിയോ പാർട്ടിയുടെ ഏതെങ്കിലും സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആളല്ല. പിരിക്കാൻ പാടില്ലാത്ത ഒരാൾ പിരിച്ചു. പിരിച്ച പൈസ സ്വാഭാവികമായിട്ട് അതിനുവേണ്ടി നൽകുക എന്ന ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല. ഇത് ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ പരസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞ സമയത്ത് ചില ആൾക്കാർ ചോദിച്ചു, ഇത് അന്നുള്ളതല്ലേ, നേരത്തെ ഇത് പറയണ്ടേ? നേരത്തെ അദ്ദേഹം പാർട്ടിക്കുള്ളിലുണ്ട്. 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതിയും പാർട്ടി പരിശോധിക്കപ്പെട്ട കാര്യം അതിലെ കുറ്റങ്ങളിൽ ഒരു കുറ്റം ഇതാണ്, ഈ സാമ്പത്തികമായ കാര്യമാണ്. അത് പാർട്ടിക്കുള്ളിൽ അന്ന് തന്നെ ഉന്നയിക്കപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ അന്ന് ഉന്നയിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ പണം പിരിച്ചൊന്നും പിരിച്ച പൈസ ഇലക്ഷൻ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തെ ആരെല്ലാം എത്ര കൊടുത്തു എന്ന് ഞാൻ പരസ്യപ്പെടുത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അദ്ദേഹം CPMൻ്റെ പേരിലും സ്ഥാനാർത്ഥിയായിരുന്ന എൻ്റെ പേരിലും പിരിച്ച പണത്തിൻ്റെ കണക്ക് അദ്ദേഹം പരസ്യപ്പെടുത്തണമെന്ന് വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ആരുടെയെല്ലാം കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങി എന്ന കാര്യം അദ്ദേഹം പരസ്യപ്പെടുത്തുകയും ഇലക്ഷൻ കമ്മിറ്റിക്കോ പാർട്ടിക്കോ നൽകാത്ത പണം ആ വാങ്ങിയ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി ആവശ്യപ്പെടാനുള്ള കാര്യം. അദ്ദേഹം നിങ്ങൾ തന്നെ ചോദ്യത്തിൽ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് വിവരമില്ലെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എന്ത് വിവരക്കേടാണ് ആരാണ് പറയുന്നതെന്ന് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ വളവള വിവരക്കേട് പറഞ്ഞ് നടക്കുകയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതിന് ഗൗരവമായൊരു കാര്യം, ആലപ്പുഴയിലെ വനിതാ പ്രവർത്തകരെ നിരന്തരം അധിക്ഷേപിക്കുകയാണ്. ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സന്മാരായിരുന്ന KK ജയമ്മ, സൗമ്യ രാജ്, ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള മായ രാജേന്ദ്രൻ, ഇവരുടെ എല്ലാം പേരെടുത്ത് പറഞ്ഞിട്ട് അവരെ വല്ലാതെ ആക്ഷേപിക്കുകയാണ്. ആ സ്ത്രീകൾ നിയമപരമായ നടപടിയിലേക്ക് പോകാത്തതുകൊണ്ടാണ്. അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് അവിടെ നിന്ന് ചാടി കടന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി മുദ്രാവാക്യം അദ്ദേഹത്തിനെ വിളിക്കണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം. രാഷ്ട്രീയമായ എതിർപ്പുണ്ടാകും. ആ എതിർപ്പ് ഇടതുപക്ഷ പ്രവർത്തകർ പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് പ്രകടിപ്പിക്കുന്നതിനെ മുൻനിർത്തിയിട്ട് വ്യക്തിപരമായി ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന നിരന്തരമായൊരു ശീലമാക്കി അദ്ദേഹം മാറ്റുന്നു എന്നുള്ള ഇപ്പോഴും കാണുന്ന കാര്യം. അതുമാത്രമല്ല, നിങ്ങളുടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൈരളി TVയുടെ റിപ്പോർട്ടർ ഷാജഹാനെ നിങ്ങൾ തന്നെ കേട്ടതാണ്. നിങ്ങളെല്ലാം നന്നായി അക്കാര്യത്തിൽ പ്രതികരിച്ചു. അത് നിങ്ങൾ മാധ്യമങ്ങളെന്ന നിലയ്ക്ക് മാത്രമല്ല, വ്യക്തിപരമായ ഓരോ മാധ്യമ പ്രവർത്തകരും നിങ്ങൾ പ്രതികരിച്ചു. അദ്ദേഹത്തെ വിളിച്ചത് വർഗീയവാദി എന്നാണ്. ഷാജഹാൻ ഈ നാട്ടുകാരൻ, എൻ്റെ നാട്ടുകാരനാണ്.
ഷാജഹാൻ്റെ കുടുംബത്തെ എനിക്ക് ചെറിയ പ്രായം തൊട്ട് അറിയാം. അവരുടെ അത്തയെ അറിയാം, അമ്മയെ അറിയാം, എല്ലാവരെയും. അങ്ങനെ വളരെ സെക്കുലറായി ജീവിച്ചു പോകുന്ന ദീർഘവർഷമായ ആലപ്പുഴയിലെ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ച് വർഗീയവാദി എന്നാണ്. അദ്ദേഹം 2021 ഞാൻ മത്സരിക്കുമ്പോൾ എന്നെയും അദ്ദേഹം വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അന്നൊരു സംഘടനയുടെ പേരിൽ പോസ്റ്റർ വെച്ചിട്ട് ഞാനൊരു വർഗീയവാദിയാണെന്ന് സ്ഥാപിച്ച് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നടത്തിയ ഒരു ശ്രമം. അന്ന് അങ്ങനെയാണ് ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ എൻ്റെ പേര് പ്രഖ്യാപിച്ച് അന്ന് രാത്രിയിൽ പോസ്റ്റർ പതിപ്പിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഒരു മതത്തെ കൂടി ചേർത്താണല്ലോ ഇങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യുന്നത്. മുൻപ് റിപ്പോർട്ടർ ടി വിയിൽ ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് ആക്ഷേപിച്ചു സംസാരിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. അഴിമതിക്കെതിരായിട്ടാണ് ഞാൻ എന്ന് പറയും, മറ്റുള്ള എല്ലാവരും അഴിമതിക്കാരും കള്ളന്മാരുമാണെന്ന് പറയുക, എന്നിട്ട് സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യാൻ. അതാണ് ഒരു രീതി. ചുറ്റും നിൽക്കുന്നവർ മോശക്കാരാണെന്ന് പറയുമ്പോൾ എന്നിട്ട് ഞാൻ ഇച്ചിരി മിടുക്കനാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയാണ്. മറ്റൊരാളെ നേരിടാൻ അദ്ദേഹം ഏറ്റവും നന്നായും ആദ്യവും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളാണ് ഈ വർഗീയവാദം എന്നുള്ള കാര്യം.